വയനാട്ടിൽ BJP സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നപ്പോൾ, അതും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രൻ രംഗത്ത് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി കൊഴുക്കുകയാണ് ഉണ്ടായത്. കാരണം പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ, രാഹുൽ ഗാന്ധി, CPIയുടെ സ്ഥാനാർത്ഥിയായ ആനി രാജ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ K. സുരേന്ദ്രൻ, 3 പേരും 3 രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ നേതാക്കന്മാരാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന, ഒരുപക്ഷെ ഭാവിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസും UDFും കാണുന്ന രാഹുൽ ഗാന്ധി, വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആനി രാജ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടി വളർന്ന് സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന്, അപ്പോൾ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിച്ചില്ല. ആനി രാജ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പോലും, മറ്റൊരു നിയോജകമണ്ഡലത്തിലാണെങ്കിൽ പോലും സുരേന്ദ്രനെ സംബന്ധിച്ചോളം കേരളമെമ്പാടും അദ്ദേഹത്തിന് സൗഹൃദവും പരിചയവുമുണ്ട്. പക്ഷെ ഇനി തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, പരമ്പരാഗതമായി വയനാട് ഒരു UDF മണ്ഡലമാണ്. അത്ര എളുപ്പം UDFനെ അവിടെ തോൽപ്പിക്കാൻ പറ്റുന്നൊരു മണ്ഡലമല്ല. മുമ്പ് ഷാനവാസ് ജയിച്ചപ്പോഴും പല കാലങ്ങളിലായി വയനാട് കോൺഗ്രസിൻ്റെതായ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള മേഖലയാണ്. കുടിയേറ്റ കർഷകരുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് ഗണ്യമായ സ്വാധീനങ്ങളുള്ള മണ്ഡലങ്ങൾ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ തവണ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലയിൽ ഒരു പ്രൊജക്ഷൻ നടത്തിയത്. പിന്നീട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തേക്കായെങ്കിലും മണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായൊരു UDF അടിത്തറയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം ഏതാണ്ട് പ്രവചിക്കപ്പെട്ടതാണെന്നുള്ളത് സത്യമാണ്. ശക്തമായൊരു മത്സരം കൊടുക്കാൻ ആനി രാജയ്ക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് ഓർമ്മയുണ്ട്. പക്ഷേ എന്നാലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ, 4 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ് UDFന് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തോടുകൂടി. ഇത്തവണയും അത് ഏതാണ്ടൊക്കെ ആവർത്തിക്കും. കഴിഞ്ഞ തവണത്തെ ആയിട്ടുള്ളൊരു വ്യത്യാസം, ഇനി വരാൻ പോകുന്ന ഭരണം NDAയുടേതാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടതുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ ഒരു മെറ്റീരിയൽ ആണ് രാഹുൽ ഗാന്ധി എന്ന് ഒരുപക്ഷെ അവിടുത്തെ സാധാരണക്കാര ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാൻ വഴിയില്ല. കാരണം 5 കൊല്ലത്തിനിടയ്ക്കുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൽ, പിന്നെ NDAയ്ക്കുണ്ടായ ദേശീയ മുന്നേറ്റങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് പ്രൈം മിനിസ്റ്റീരിയൽ ആസ്പിറേഷനും അതിൻ്റെ ചോയ്സും അതിൻ്റെ പോസിബിലിറ്റിയും ഇതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടാം, വിമർശിക്കപ്പെടാം. പക്ഷെ എന്തായാലും UDFന് സുരക്ഷിത മണ്ഡലമാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ല, അതൊരു സത്യവുമാണ്. പിന്നെ കഴിഞ്ഞ തവണ NDA പ്രതിനിധീകരിച്ച് തുഷാർ വെള്ളാപ്പള്ളിയാണ് രംഗത്ത് വന്നെങ്കിലും അവിടെ ആ നിലയ്ക്കുള്ളൊരു വലിയൊരു സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല BJPയുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിലും ഒരു പുതിയ കക്ഷി എന്നുള്ള നിലയിലുമെല്ലാം അവിടെ വലിയൊരു സ്വാധീനം വയനാട്ടിൽ NDAയുടെ സഖ്യകക്ഷിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് NDAയുടെ നേട്ടം. കാരണം അറിയപ്പെടുന്ന ഒരു നേതാവിനെ സംസ്ഥാന തലത്തിൽ പ്രാമുഖ്യമുള്ള സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കിയത് മത്സരം കൊഴുപ്പിക്കാൻ കാരണമാക്കി. ഇനിയിപ്പോൾ വെല്ലുവിളി BJPക്കാണ്. കാരണം കഴിഞ്ഞാണ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ വളരെ മുന്നിലോട്ട് പോകേണ്ട ഒരു ആവശ്യം K. സുരേന്ദ്രനുണ്ട്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും സുരേന്ദ്രനും BJPക്കും അതൊരു ക്ഷീണമാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു വോട്ടിംഗ് ശതമാനം, വോട്ടുകൾ സമാഹരിക്കേണ്ട ഒരു ചുമതല സുരേന്ദ്രനുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ കെട്ടിവെച്ച കാശ് പോകാൻ പാടില്ല. കഴിഞ്ഞ തവണ അത് സംഭവിച്ചു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതുകൊണ്ട് കുറയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ BJPയുടെ വളർച്ചയുടെ ഒരു ഉദാഹരണമാക്കി കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചു എന്നുള്ള നിലയിൽ സുരേന്ദ്രന് ഒരുപക്ഷെ ഭാവിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പറ്റും, ഒരു സഖ്യകക്ഷിക്ക് കൊടുക്കാതെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കൊടുത്തു എന്നുള്ള നിലയിൽ. കാരണം BJP തമിഴ്നാട്ടിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയെ കോയമ്പത്തൂർ രംഗത്തിറക്കി. അപ്പോൾ കേരളത്തിലെ BJP പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ അത് ആ തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു.
അപ്പോൾ രാഷ്ട്രീയ യുദ്ധം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു മത്സരം അതിന് വയനാട് കളമൊരുക്കി എന്നുള്ള നിലയിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം മറുവശത്ത് CPIയുടെ ആനി രാജയുണ്ട്. മണ്ഡലത്തിൽ സുപരിത അല്ലെങ്കിലും LDFന് നല്ല അടിത്തറയുള്ളൊരു മണ്ഡലം തന്നെയാണ് വയനാട്. പക്ഷെ അത് മൊത്തത്തിലുള്ള അവിടുത്തെ ഒരു സോഷ്യൽ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും CPIയുടെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിലും LDFന്റെ നേതാവ് എന്നുള്ള ആനി രാജയ്ക്ക് ഫോക്കസ് ഉണ്ട്. ആ സ്ഥാനത്ത് ഒരു പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ 3 പേരും മത്സരത്തിൽ ശക്തമായിട്ട് വരട്ടെ. ആ മത്സരം കൂടുതൽ കൊഴുപ്പിക്കുന്നത് കാണാം. രാഹുൽ ഗാന്ധിയും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മറ്റൊരു മണ്ഡലം ഇത്തവണ നിൽക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ സൂചനകൾ നൽകിയിട്ടുണ്ട്. റേബറയിലെയോ അമേഠിയിലെയോ ഒന്നും ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ പോയി നിന്ന് വീണ്ടും തോൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന്. കാരണം ഉത്തർപ്രദേശിൽ BJP തരംഗമുണ്ട്, പ്രത്യേകിച്ച് രാമക്ഷേത്രം വന്നതിന് ശേഷം. ആ ആവേശം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു റിസ്ക് എടുക്കാൻ കഴിഞ്ഞ തവണ പോയി മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. വീണ്ടും ഒരിക്കൽ പോയി പരാജയപ്പെടാൻ ആഗ്രഹിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് വയനാട് മാത്രം നിന്നാൽ മതിയല്ലോ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെന്തിനാ, വയനാട് ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണല്ലോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും. ഒരു കണക്കിന് നല്ലതാണ്. കാരണം വലിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ മണ്ഡലത്തിന് ആശ്വസിപ്പിക്കാനും നോക്കാനും പരാതിപ്പെടാനും അങ്ങനെ ഒരു നേതാവ് ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വന്യമൃഗശല്യങ്ങളൊക്കെ ഉണ്ടായി, മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പൂക്കോട് സർവകലാശാലയിൽ അനിമൽ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്നുണ്ടായ സിദ്ധാർത്ഥിൻ്റെ മരണം, അതുണ്ടാക്കിയ വലിയ വെല്ലുവിളി. ആ സമയത്തൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസും പ്രവർത്തനമൊക്കെ അവിടെ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. ആ നിലയ്ക്കൊരു ദേശീയ നേതാവിന് പ്രാദേശിക പ്രശ്നങ്ങളിൽ വലുതായിട്ട് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. അത് രാഹുൽ ഗാന്ധിക്കൊരു പരിമിതിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്നിരിക്കെങ്കിലും പൊതുവിലുള്ള ആ മണ്ഡലത്തിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം നോക്കുമ്പോൾ വയനാടിന് UDFനുള്ള വലിയൊരു സ്വാധീനം, പ്രത്യേകിച്ച് ലീഗിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും കൂടി ഇത് ലഭിക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകും. ഇത്തവണ സുരേന്ദ്രനെ ഇറക്കിയത് കൊണ്ട് BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടും, തീർച്ചയായിട്ടും കൂടും. അത് നഷ്ടപ്പെടുന്നത് 2 പാർട്ടികളിൽ നിന്നും ആകാം. ആ നിലയ്ക്ക് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കുറച്ചൊന്ന് കുറയാൻ സാധ്യതയുണ്ടെന്ന് കൂടി എനിക്ക് ഈ സമയത്ത് വിലയിരുത്താൻ താല്പര്യമുണ്ട്.